ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. വൈകുന്നേരം ആയില്ലേ? അപ്പോ ഇനി നാളെ ക്ലാസ് ഉണ്ടോ അല്ലേ? അതെ, രാത്രി സാധാരണ ക്ലാസ് ഉണ്ടാകാറില്ല. അപ്പൊ ഇനി വീട്ടിലേക്കാണല്ലോ. അതെ. വരൂ, ഞാൻ ഡ്രോപ്പ് വേണ്ട. ഉമ ജേർണലിസം തന്നെയല്ലേ പഠിക്കുന്നത്? അതായത് പത്രപ്രവർത്തനം? അതെ, അത് ചേട്ടൻ ഇന്നലെ പറഞ്ഞതല്ലേ? അതെ, ചേട്ടൻ ഇന്നലെ പറഞ്ഞു. എന്നാലും ഒരു ഡൗട്ട്. ഞാൻ വരട്ടെ. ഉമേ, ഏത് ഐസ്ക്രീമാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചു. നന്നായിരിക്കുന്നല്ലേ? ഇൻട്രൊഡക്ഷൻ കലക്കി. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ചേട്ടനെ കൊണ്ടൊരു ലേഖനം എഴുതിക്കുക എന്നതല്ല പ്രധാന ഇഷ്യൂ. സംഭവം മറ്റെന്തോ ആണ് അല്ലേ? അതെ. അല്ല, ലേഖനം തന്നെ. അല്ലല്ലല്ല, ന്യൂസും പത്രവും വിട്ടൊരു ലൈഫില്ല ചേട്ടന്. ഇൻവെസ്റ്റിഗേഷൻ എന്നും കാർട്ടൂൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു ജീവി. അങ്ങർക്ക് ഈ ഭൂമിയിൽ ആകെ ഒരു അറ്റാച്ച്മെന്റ് ഞാന്. അത് പോരാ, പറന്നങ്ങ് പോവും. ഇവിടെ കെട്ടിയിടണമെങ്കിൽ ഒരാളുകൂടി വേണം. മീൻസ് ഒരു കല്യാണം. അച്ഛനും അമ്മയില്ല. ഞാൻ എങ്ങനെ ചേട്ടന് കല്യാണം ആലോചിക്കുന്നേ? പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്റെ ഭഗവതി ഏതെങ്കിലും ഒരു കാലി കയറി ചേട്ടനെ പ്രേമിക്കണേ എന്ന്. അതെങ്ങനെയാ? ആ മോന്റെ നടപ്പം കണ്ട് ആരെങ്കിലും വരുമോ? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അപ്രോച്ച്. ആട്ടെ, എത്ര നാളായി ചേട്ടന്റെ പുറകെ ഇങ്ങനെ ചുറ്റിൽ തുടങ്ങിയിട്ട്? 1 മാസം. രക്ഷയില്ല, ഞാൻ മടുത്തു. ദൈവം കൊണ്ട് തന്നതായത്. ഞാനിതങ്ങനെ വിടാൻ പോകുന്നില്ല. ഈ ഐസ്ക്രീം ഒന്നുകൊണ്ടല്ല കേട്ടോ. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോ തന്നെ. ഇനി മുതൽ ഞാൻ നാത്തൂനെ വിളിക്കൂ. ഇഷ്ടാണോ? പറഞ്ഞത് നീ ഒരുത്തിയാണ് ഇതിനൊക്കെ കാരണം. അഴിഞ്ഞാടി അവസാനം എന്റെ ചേട്ടന്. നീ വലിയ പിടിപാടുള്ളവളല്ലേ? ഒരു ഉപകാരം ചെയ്, കൊല്ലു കളയാൻ പറ. എന്തിനെങ്ങനെ ജീവിക്കുന്ന കയ്യും കാലും ഇല്ലാതെ? സാറിന് അവളെ ഇഷ്ടമായിരുന്നോ? സാറിന് മരിയെ ഇഷ്ടമായിരുന്നോ? ശരിക്കും ആയിരുന്നില്ല. ആദ്യം ഉമയ്ക്ക് നല്ലൊരു ജീവിതം, പിന്നെ എന്റെ ജോലി. അതിൽ കൂടുതലുള്ള ജീവിത സുഖങ്ങളെ പറ്റി ഞാൻ സ്വപ്നം കൂടി കണ്ടിട്ടില്ല. വിവാഹപ്രായം കഴിഞ്ഞൊരു വിവാഹം, അതൊരു കലാകാരിയെ. പിന്നെ അവളുടെ വാലിൽ തൂങ്ങിയുള്ള എന്റെ നടപ്പ്, എനിക്കതിന് നന്നേ താല്പര്യമില്ലായിരുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു റിപ്പബ്ലിക് ഡേക്ക് 2 ആഴ്ച മുമ്പ് പതിപോലെ ഏതോ കാരണം പറഞ്ഞ് കേരളത്തിന്റെ ഫ്ലോട്ട് ആ പ്രാവശ്യവും തള്ളി. അതേക്കുറിച്ച് സംസാരിക്കാൻ പണിക്കർ അന്ന് ഡൽഹിയിൽ വന്നു. അയാളെന്ന പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റായിരുന്നു. ശങ്കരുടെ വെറൂർ MP. പക്ഷേ അവൻ അന്നേ ഭാഗ്യവാനായിരുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ശങ്കറിന്. മദ്യവിരോധി, ആദർശധീരൻ, സോഷ്യലിസ്റ്റ്. ശങ്കർ ഉൾപ്പെട്ട ഒരു അഴിമതിയുടെ കഥ ഞാനൊരിക്കൽ എഴുതി. അന്നേ എനിക്ക് അവനെ ഇഷ്ടമല്ല, അവൻ എന്നെയും. പക്ഷേ ആ കുറി കഴിഞ്ഞതെല്ലാം മറന്നെന്ന് ഭാവിച്ച് അവരെന്നെ കേരള ഹൗസിലേക്ക് ക്ഷണിച്ചു. ഞാൻ പോയില്ല. ആ വാശിക്ക് അവരെന്റെ ചീഫ് എഡിറ്ററെ ഫോണിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു. ഞാനന്ന് നവഭാരത് ടൈംസിന്റെ എഡിറ്ററായിരുന്നു. എന്താ കേരള ഹൗസിൽ പോകാതിരുന്നത്? എനിക്ക് താല്പര്യമില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ, നമ്മൾ എന്തിനാ അവരെ പിണക്കുന്നത്? എനിക്ക് അവരെ പേടിയില്ല. സാറിന് പേടിയുണ്ടെങ്കിൽ മറ്റാരെങ്കിലും അയക്കുക പ്ലീസ്.
ചേട്ടാ, ഉം? മറിയ നല്ല കുട്ടിയാണല്ലേ? കുട്ടിയോ? അവക്ക് 10-30 വയസ്സായി. അതിപ്പോ ചേട്ടന് 35 കഴിഞ്ഞില്ലേ? മരിയക്ക് 30 ആയിട്ടില്ല, ഏറിയ ഒരു 26. നിനക്ക് ഇവിടെ ഐസ്ക്രീം വല്ല വാങ്ങിച്ചെന്നോ? ഏയ് അയ്യേ, അവരൊരു വാങ്ങി തരുന്ന ഐസ്ക്രീം തന്നെ നടക്കാൻ ഞാൻ ഉള്ളതുപോലെ ഞാൻ എവിടെയും പറയും. ഹോ, എന്ത് നല്ല സ്വഭാവമാണ് ആ കുട്ടിയുടെ, എന്തൊരു സൗന്ദര്യം. ചേട്ടനെ കുറിച്ച് എന്ത് റെസ്പെക്ടോടെയാണ് സംസാരിക്കുന്നതെന്നറിയോ? ഇക്കാലത്ത് ഇതുപോലൊരു പെണ്ണിനെ കിട്ടുമോ? മതി മതി, ഒരു ഐസ്ക്രീം ഉള്ളതൊക്കെ ആയി, ബാക്കി പിന്നെ. ഓ, ഹായ് ജി കെ സാർ. ഹായ് ഉമ്മ. മരിയയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എന്നെ പറ്റി സംസാരിക്കും. ഞാനല്ല, ഇവളാ. ഞാൻ സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോ പോയെന്നറിഞ്ഞു. പിന്നെ ചേച്ചി ചെയ്ത് വരികയായിരുന്നു. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ ഇത്? ആ, അത് സസ്പെൻസ്. നാളെ രാവിലെ സെന്റർ ഹോട്ടലിൽ വരുമോ? എന്താ മോഹിനിയാട്ടം നിർത്തി ക്യാമറ തുടങ്ങാൻ പോകുന്നു? മിസ് മരിയ ഫെർണാണ്ടസ് കേരളത്തെ പ്രതിനിധീകരിച്ച് റിപ്പബ്ലിക് ദിനത്തിൽ മോഹിനിയാട്ടം നടത്താൻ പോകുന്നു. മരിയേ? ആ, പണിക്കരി സാറും ശങ്കറും നേരിട്ട് വന്ന് ക്ഷണിച്ചതാണ്. കൺഗ്രാചുലേഷൻ. താങ്ക്സ്. റിപ്പബ്ലിക് ഡേക്ക് ഒരു 50 പാസ് ഒപ്പിച്ചേരണം. ഫ്രണ്ട്സിനെ വിളിച്ചോണ്ടേക്കാം, കൈയടിക്കാൻ ആള് വേണ്ടേ? ഏറ്റു. സാറ് നാളെ വരുമോ? നാളെ തുടങ്ങി സെന്റർ ഹോട്ടലിൽ വെച്ച റിഹേഴ്സൽ. എനിക്കിവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. എനിക്ക് വേറെ പണിയുണ്ട്. കേരളി, മറിയ, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, വിഷമിക്കണ്ട. മരിയ, പോകാതിരിക്കുന്നതാണ് നല്ലത്. അവരത്ര നല്ല ആളുകളല്ല. ഈ ചേട്ടന്റെ ഒരു കാര്യം, ന്യൂസ് എഴുതി കാണുന്ന എല്ലാം കള്ളത്തരമാ ചേട്ടന്. ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മരിയ പോയിക്കോ. മരിയേ, അവര് നല്ല ആൾക്കാരാണോ അല്ലെന്ന് നമ്മൾ എന്തിനാ നോക്കുന്നത്? നമ്മൾ ചെല്ലുന്നു, ഡാൻസ് എടുത്ത് തിരിച്ചു പോരുന്നു. അതിനിപ്പോ എന്തെങ്കിലും ചെയ്. ഈഗോയാ, ഈഗോ. ഗുഡ് മോർണിംഗ് കെ സാർ. Good morning. ഇരിക്കൂ. ഞാൻ വരില്ലെന്ന് വിചാരിച്ചു. ഓഹോ, ക്ഷണിച്ചിട്ട് വന്നാണല്ലേ? അപ്പൊ ക്ഷണിച്ചാ നിങ്ങൾ വരും. മിസ്റ്റർ ജി കെ, ഇത് വളരെ കോൺഫിഡൻഷ്യലായി നടക്കുന്ന ഒരു കേസാണ്. കാണാൻ നിങ്ങൾ ആരെയും ക്ഷണിച്ചിട്ടില്ല. കാണേണ്ടവർക്ക് റിപ്പബ്ലിക് ഡേ പാസ് എടുത്തിട്ട് കാണാം. ജി കെക്ക് പാട്ടറിയില്ല, ഡാൻസ് അറിയില്ല. ഈ റിഹേഴ്സലിൽ വന്ന് വായി നോക്കി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. എന്നിട്ടും ജി കെ വന്നു. അതാണ് ഗ്രേറ്റ്നസ്. സാറ് പോവരുത്. ഞാൻ ക്ഷണിച്ചു വരുത്തിയ ആളെയാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. ആര് ഇൻസൾട്ട് ചെയ്തു? ഞങ്ങളൊരു തമാശ പറഞ്ഞതല്ലേ. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു, വന്നുപോയി. ഐ എം സോറി. യു പ്ലീസ് കാരി ഓൺ. സാർ, സാർ